ഹൈ പ്രഷറിൽ ഈ ചെളിക്കഷ്ണം എന്തായി മാറും? ഡയമണ്ടായി മാറും. ഡയമണ്ടിന്റെ വില എത്രയാ? ഡയമണ്ടോ ദി ഹാർഡസ്റ്റ് മെറ്റീരിയലാണ്, അതിനെ തകർക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു മുത്ത് സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്, മർജാൻ ശക്തിയുടെ പ്രതീകമാണ്. പക്ഷേ ഒരു കാരണവശാലും ഇവർ മുഹമ്മദിയത്തിനെ ഭേദിക്കാൻ പാടില്ല. എന്താ മുഹമ്മദിയത്ത്? മുഹമ്മദിയത്ത് എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതാ മുഹമ്മദിയത്ത്. മറ്റൊരാളും മുഹമ്മദിനെ കേവലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കൊണ്ടുവന്ന ഒരു പോസ്റ്റ്മാനപ്പുറം ഒരു വില കൽപ്പിക്കൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതാ മുഹമ്മദിയത്ത്. അതിനപ്പുറത്തേക്ക് പോകരുത്. അതിനപ്പുറത്തേക്ക് പോയാൽ അവർക്കൊരു വിലയുണ്ടാവില്ല. അവർ പോകുമെന്നില്ല, അവർ പോയിട്ടില്ല. ഒരു ഓർമ്മപ്പെടുത്തല. അവർ പോകും എന്നല്ല, പോകരുത്, ഒരിക്കലും പോകരുത്. പോയ വിലുണ്ടാവില്ല. പോയ രണ്ടാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. 20-ാം നൂറ്റാണ്ടുകാരാണ്, നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. ഒന്ന് റഷീദ് റിള, അയാൾ ഷെരീഫാണ്, അയാൾ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളാണ്. പക്ഷേ അയാളെ ആക്ഷേപിച്ചു വന്ന കവിതകൾക്കും പ്രഭാഷണങ്ങൾക്കും കയ്യും കണക്കുകയില്ല. എന്തുകൊണ്ട്? അയാൾ മുഹമ്മദിയത്തിനെ വേദിച്ചു. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അൽമനാറിന്റെ കർത്താവായ റഷീദുർ റിള അഖല്ലുഹും ഇൽമൻ, വിജ്ഞാനത്തിൽ ഏറ്റവും കുറഞ്ഞ വ്യക്തിയാ. അക്സറുഹും ശർറ, കൂടുതലും എന്താ ഉള്ളത്? ശർറ. ഇയാൾ ആരാ? മിൻ അഹ്ലി ബൈത്തിൻ നബിയിൽ മുസ്തഫ. ഞാൻ രണ്ടാമത്തെ ഒരാളെ പരിചയപ്പെടുത്തി തരാം. അബുൽ അഅ്ല മൗദൂദി, അബൻ വ ഉമ്മൻ ശരീഫ. പക്ഷേ ആ വ്യക്തിയോട് പിന്തുടർന്നവരെ വരെ എക്കോലത്തിലാണ് ജനങ്ങൾ ആക്ഷേപിച്ചത്. സെയ്ദല്ലേ, വലിയ സെയ്ദ. പക്ഷേ മുത്തുച്ചിപ്പിയുടെയോ അല്ലെങ്കിൽ അഗ്നിപർവ്വതത്തിന്റെയോ പരിധിയിൽ നിന്ന് അടയിരിക്കുന്നതിനിടയിൽ പുറത്തേക്കാണ്. എന്തിനാ പുലിക്കോട്ടിന്റെ ഒരു പാട്ട് എൻ്റെ എപ്പോഴും പാടും, അങ്ങനെ പഠിഞ്ഞാ എനിക്ക്. എന്തിനാ മൗദൂദികൾക്ക് തടിത്തിരെ നീളം, നീണ്ടുവലിഞ്ഞല്ലേ കീട കുന്നു നെഞ്ചത്തോളം. എന്തിനാ മൗദൂദികൾക്ക് തടിത്തിരെ നീളം, നീണ്ടുവലിഞ്ഞല്ലേ കീട കുന്നു നെഞ്ചത്തോളം.